ഒരു മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി BS6 മോഡലാണ്. നമ്മളത് വർക്കിന് ചെയ്തിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. ഇതിന് കസ്റ്റമർ ജന സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സീറ്റ് ലോക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ഒരു വൈബ്രേഷൻ വന്നിട്ടുണ്ട്. പിന്നെ ക്ലച്ച് സൈഡ് ഒരു സൗണ്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വാട്ടർ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, അതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഭാഗം പോലെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിൽ ബ്രേക്ക് ഷൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിലിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ബാക്കിൽ ടയറും വേറെ കുഴപ്പമൊന്നുമില്ല. വീൽ ഹബിനായാലും അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബാക്ക് വീൽ പിടിക്കുന്ന ഷാഫ്റ്റാണ്, അത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് അതന്നെ ഉപയോഗിക്കും, വേറെ കുഴപ്പമൊന്നും ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ അതിൻ്റെ ബെൽറ്റൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. ഹോണ്ട കമ്പനി ബെൽറ്റാണ് അങ്ങനെ, നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലവിൽ ഇപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എന്താ നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതിൻ്റെ വേരിയേറ്റർ, ബോഡി, റോളർ, വെയിറ്റ്, അതിൻ്റെ ബോക്സ് ഡ്രൈവ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എല്ലാം നമുക്ക് അതിനൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്താൽ ക്ലച്ച് വർക്ക് ചെയ്തതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയില്ല. അപ്പോൾ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്കൊന്ന് മാറ്റാനായിട്ട്, അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്ന ആമറോണ്ട് 2025 മോഡലാണ്. നിലവിലിപ്പോൾ സെൽഫ് വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.97, അത് ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുന്നു. ടെസ്റ്റ് ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും നിലവിൽ ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ആക്സിഡൻറ്റ് കേബിളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചോദിച്ചാൽ പാഡ് സെറ്റ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്നും ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ടിന് അങ്ങനെ വൈബ്രേഷൻ തോന്നില്ല. പിന്നെ എയർ കുറവിൻ്റേതായ ചെറിയൊരു കാണൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എയറൊക്കെ അടിച്ച് നമുക്ക് റീസെറ്റ് ചെയ്യാം, അല്ലാതെ വേറെ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ക്ലച്ച് സൈഡിൽ നിന്നായാലും പ്രത്യേകിച്ച് വേറെ സൗണ്ടൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് പ്ലഗ് ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്ക് അതിനെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ സീറ്റ് ലോക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് ഈ ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ് ആണ്. എൻ്റെ സീറ്റ് ഈ ക്യാച്ചറിൻ്റെ കംപ്ലയിൻ്റ് ആണ്, അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. നമുക്ക് സർവീസിന് മെയിനായിട്ടുള്ളൂ. അതിന് നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സീ ക്യാച്ചറാണ് മെയിനായിട്ട് മാറ്റേണ്ടത്. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, പിന്നെ ജനറൽ സർവീസൊക്കെ വേണം. അപ്പോൾ അത്രയും ചെയ്ത് വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.